ഞങ്ങൾ സാരാനാഥിലോട്ട് പോകുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ BHU ക്യാമ്പസിൽ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എന്തോ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തുള്ള മരച്ചോട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ പ്ലാൻ അനുസരിച്ച് നമ്മൾ സാരാനാഥിലോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. നമ്മളെ പറ്റിച്ചാലോ എന്ന് വെച്ചിട്ട് ഓട്ടോക്കാരൻ പറയുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തതാണിത്. कम नहीं करोगे, थोड़ा कम करो। 6 बजे तक हमको वहाँ पर रहना है ना, तो उसके बाद देखिए 2 बजे आए तो आपके पास 4 घंटा टाइम वहाँ पर। ഓട്ടോക്കാരന് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോക്കാരൻ ഇവിടുന്ന് നമ്മളെ സാരാനാഥ് വരെ എത്തിക്കും. എന്നിട്ട് അവിടെ അയാൾ 4 മണിക്കൂർ നമ്മളെ വെയിറ്റ് ചെയ്യും. ആ 4 മണിക്കൂറിൽ നമുക്ക് കറങ്ങേണ്ട അടുത്തൊക്കെ കറങ്ങാം. 4 മണിക്കൂർ, അതായത് 6 മണി ആകുമ്പോഴത്തേക്കും അവർ വിളിക്കും. അപ്പോഴത്തേക്കും നമ്മൾ അവർ പറയുന്ന പോയിന്റിലെത്തിയാൽ മതി. ഈ ഫുൾ പാക്കേജിന് 1500 രൂപയാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പം പോകാൻ പോകുന്ന സാരാനാഥിൽ നിന്ന് UPൻ്റെ ക്യാപിറ്റൽ അതായത് ലക്നൗവിലേക്ക് ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന വഴിയിൽ ഫുള്ളി ഇങ്ങനത്തെ വാൾ പെയിന്റിങ്സ് കാണാം. ഈ വാൾ പെയിന്റിങ്സിലൂടെ തന്നെ നമുക്ക് സാരാനാഥിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ശ്രീ ബുദ്ധന് എൻലൈറ്റ്മെന്റ് അതായത് ബോധോദയം കിട്ടിയതിന്റെ 7th വീക്കില് ബുദ്ധൻ ഇവിടെ സാരാനാഥിലെത്തി. ആ സമയത്ത് ഈ സാരാനാഥ് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. ശ്രീ ബുദ്ധന്റെ ഫസ്റ്റ് 5 ഫോളോവേഴ്സിന് ടീച്ചിങ് കൊടുത്തത് ഈ സ്ഥലത്തു നിന്നാണ്. ഇവിടുന്ന് തന്നെയാണ് ബുദ്ധിസം ഒറിജിനേറ്റ് ചെയ്തത്. ആ ഫസ്റ്റ് ടീച്ചിങ് അറിയപ്പെടുന്നത് ധർമ്മചക്ര പരിവർത്തന സൂത്ര എന്നാണ്. വാരാണസിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ സാരാനാഥിലോട്ടുള്ളൂ. ഒരു ഓട്ടോ പിടിച്ചു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പം നിങ്ങൾ വാരാണസി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാരാനാഥും വിട്ടുകൊണ്ട. ഈ റോഡ് സൈഡിൽ മാത്രമൊന്നുമല്ല കേട്ടോ ഇങ്ങനത്തെ പെയിന്റിങ്സ് ഉള്ളത്. NER അതായത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേന്റെ ഭാഗമായിട്ടുള്ള സാരാനാഥ് റെയിൽവേ സ്റ്റേഷനിലും ബുദ്ധന്റെ കുറേ മ്യൂറൽ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാരാനാഥിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റാണ്. ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാലാണ് ഓരോരോ ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ എത്തുക. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഗൈഡിനെ കിട്ടി. അപ്പോൾ ആ ഗൈഡിൻ്റെ കൂടെയാണ് നമ്മൾ ഇവിടുത്തെ സ്ഥലത്തിലോട്ടൊക്കെ പോകുന്നത്. ആദ്യം എത്തിയിരിക്കുന്ന സ്ഥലമാണ് മൂൽ ഗന്ധക്കുട്ടി വിഹാർ. ഇത് 1931 മഹാബോധി സൊസൈറ്റീൻ്റെ ഫൗണ്ടറായ അങ്കാരിക ധർമ്മപാൽ ആണ് ഉണ്ടാക്കിയത്. ഈ മോണുമെന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൗതം ബുദ്ധന്റെ റിമൈനിങ്സ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിന്റെയും പിന്നെ പല കൺട്രീസിന്റെയും ഡൊണേഷൻ കൊണ്ടാണ് ഈ മോണുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ഓപ്പണും ആയിരിക്കും. ഇതാണ് ഈ മോണുമെന്റ് ഉണ്ടാക്കിയ ശ്രീലങ്കനായ അങ്കാരിക ധർമ്മപാലിന്റെ സ്റ്റാച്യു. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഇതിന്റെ ചുറ്റും നല്ല ലോണും ഗാർഡനൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പണ്ടത്തെ മദ്രാസിലും നാർഗാജുര കോട്ടയിലും തക്ഷശിലിലും പിന്നെ ഇവിടെയൊക്കെ എക്സ്കവേഷൻസ് നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു എക്സ്കവേഷനിലാണ് ഇവിടുന്ന് ഗൗതം ബുദ്ധന്റെ റിമൈനിങ്സ് കണ്ടെത്തിയത്. ഈ കാണുന്ന വാൾ പെയിന്റിങ്സ് ഒക്കെ അന്നത്തെ മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയ ശ്രീ ദേവപ്രിയ വാലി സിൻഹയുടെ റിക്വസ്റ്റില് ഇംപീരിയൽ ഗവൺമെന്റ് ഓഫ് ജപ്പാൻ ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചതാണ്. ഈ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻസ് കഴിഞ്ഞിട്ട് 5 വർഷം, അതായത് 1936 ഈ പെയിന്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയത്. പിന്നെ കാലപ്പഴക്കം കൊണ്ട് ഈ പെയിന്റിങ്സ് ഒക്കെ ഡിം ആവാൻ തുടങ്ങിയപ്പം 2019 ഒരു റിസ്റ്റോറേഷൻ പ്രൊജക്റ്റും നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടെമ്പിളിന്റെ ഇന്റീരിയറിലുള്ള മെയിൻ അട്രാക്ഷൻ ഗോൾഡൻ സ്റ്റാച്യു ഓഫ് ബുദ്ധ. ഇത് ഒരു മാർബിളിന്റെ പ്ലാറ്റ്ഫോമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ടെമ്പിളിന്റെ പുറത്തുള്ള കാര്യങ്ങൾ കാണാം. ടെമ്പിളിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ബെല്ല് കാണാം. ഇത് ജപ്പാനിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. ഈ ഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം സിൻഹാല, അതായത് ശ്രീലങ്കയിലത്തെ ലാംഗ്വേജിൽ ഈ ഗേറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതിന്റെ കൂടെ തന്നെ ഉണ്ട്. ലോർഡ് ബുദ്ധ ഗിവിംഗ് ദ ഫസ്റ്റ് സൈമൺ ടു ഹിസ് 5 ഡിസൈപ്പിൾസ്. പിന്നെ ബാക്കിൽ മേ ഓൾ ബീങ് ഷെയർ ആർ മെറിറ്റ്സ് ഈക്വലി വിത്ത് അസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഗൗതം ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് 7th വീക്കിൽ സാരാനാഥിലെത്തിയെന്ന്. ഇവിടുന്ന് ധർമ്മചക്ര പരിവർത്തന സൂത്ര ബുദ്ധ 5 ഡിസൈപ്പിൾസിന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. നമുക്കതിന്റെ സൈഡിൽ തന്നെ ബുദ്ധിസ്റ്റ് പ്രെയർ വീലും കാണാം. ഇതൊരു സിലിണ്ടറിക്കൽ വീലാണ്. ഇതിന്റെ മേലെ മന്ത്രാസും സിംബൽസ് ഒക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കാണാം. ഇതിന്റെ സിലിണ്ടർ തൊട്ട് തിരിക്കല്ല കേട്ടോ ചെയ്യേണ്ടത്, അടിയിലുള്ള വീലാണ് നമ്മൾ തിരിക്കേണ്ടത്. അപ്പാണ് ഇത് കറക്റ്റ് തിരി. ഇത് ബുദ്ധിസ്റ്റ് പ്രെയറിന്റെ ഒരു പാർട്ടാണ്. നമ്മളിത് ക്ലോക്ക് വൈസ് തിരിച്ച് നടക്കുമ്പം നമുക്ക് മെറിറ്റും വിസ്ഡവും കമ്പാഷനും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോണിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ദലൈലാമേൻ്റെ ഒരു മെസ്സേജും ഉണ്ട്. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ടു ദ വേൾഡ് ടു റിസ്റ്റോർ ആൻഡ് പ്രൊമോട്ട് ഹാർമണി ഇൻ ദ നെക്സ്റ്റ് മില്ലേനിയം ഇൻ ലൈൻ വിത്ത് ബുദ്ധിസം.
ഇതിൽ ഫൈക്കസ് റിലീജിയോസ അതായത് പീപ്പിൾ ട്രീനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ബുദ്ധിസത്തിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ സാരാനാഥിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തോട്ടേക്ക് നമുക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.